أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لله الشفاعة جميعا له ملك السماوات والأرض ثم إليه ترجعون. وإذا ذكر الله وحده اشمأزت قلوب الذين لا يؤمنون بالآخرة وإذا ذكر الذين من دونه إذا هم يستبشرون. قل اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. സൂറത്തു സുമറിലെ 43 ആയത്തുകളാണ് നാം പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ് 44, 45, 46 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. 43-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹു അല്ലാത്ത ആളുകളെ ശുപാർശക്കാരായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കണം നബിയെ. നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളെ ശുപാർശക്കാരായി സ്വീകരിച്ചിരിക്കുകയാണോ? അള്ളാഹുവിന് പുറമെയുള്ള ആ ശുപാർശക്കാർ യാതൊന്നും അധീനപ്പെടുത്തുകയോ ചിന്തിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും ആ ആളുകളെയാണോ നിങ്ങൾ ശുപാർശക്കാരായി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയും. ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് തന്നെയാണ് 44-ാമത്തെ ആയത്തും. ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മക്കയിലെ മുശ്രിക്കുകളോട് പറയാനാണ് അല്ലാഹു തആല നബിയോട് പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കുകൾ പലതിനെയും ആരാധിച്ചു. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അതിനെ ആരാധിക്കുകയും നേർച്ച കൊടുക്കുകയും തവക്കുലാക്കുകയും എല്ലാം അവർ ചെയ്തു. അവരുടെ വിശ്വാസം, ഈ ആളുകൾ അള്ളാഹുവിനോട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ശുപാർശ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും എന്നതായിരുന്നു. ഇതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ ഇഷ്ടം പോലെ ശുപാർശ സമർപ്പിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. ശുപാർശ ചെയ്യുന്നവർക്ക് പോലും ശുപാർശയുണ്ട്, അത് സത്യസന്ധമാണ്, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ശുപാർശയുണ്ട്. പക്ഷേ ആ ശുപാർശ ചെയ്യുന്നവർ പോലും മുൻകൂട്ടി അനുമതി ലഭിക്കാതെ അള്ളാഹുവിങ്കൽ ശുപാർശ ഒരാൾക്കും സാധ്യമല്ല. പ്രവാചകന്മാർക്കോ ഔലിയാക്കൾക്കോ ബീവിമാർക്കോ ഒരാൾക്കും അള്ളാഹുവിന്റെ അനുമതി ലഭിക്കാതെ ശുപാർശ സാധ്യമല്ലെന്ന് പരിശുദ്ധ ഖുർആനാ പറഞ്ഞത്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അല്ലേ? അല്ലാഹു തആല പറഞ്ഞു, മൻ ദല്ലദീ, അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവർ ആരുണ്ട് എന്നാണ് അള്ളാഹു ചോദിച്ചത്. ആർക്കാണ് അങ്ങനെ സ്വന്തമായിട്ട് ശുപാർശ ചെയ്യാനുള്ള അധികാരമുള്ളത്? വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അല്ലാഹു തആല തൃപ്തിപ്പെട്ടു കൊടുത്തവർക്കല്ലാതെ അവർ ശുപാർശ ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടത് ശുപാർശയുണ്ട്, അത് സത്യമാണ്. ആ ശുപാർശ ആരാണ് ചെയ്യുക, ആരാണ് ചെയ്യേണ്ടത്? അത് അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. എന്നാൽ ശഫാഅത്തുൽ ഉളുമ്മ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് എന്നത് സ്ഥിരപ്പെട്ടതാണ്, പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ആർക്കാണ് ശുപാർശക്ക് അല്ലാഹു തആല അനുവാദം കൊടുക്കുക? അത് അല്ലാഹുവാണ് തീരുമാനിക്കുക. ആർക്ക് വേണ്ടിയാണ് ശുപാർശ ചെയ്യേണ്ടത് എന്നതും റഹ്മാനായ റബ്ബിന്റെ തീരുമാനവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയും എല്ലാം കിട്ടിയതിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹിതമനുസരിച്ച് മാത്രമേ ഈ ശുപാർശയൊക്കെ നടക്കുകയുള്ളൂ എന്ന വളരെ കൃത്യമായ ഒരു ആദർശ പാഠമാണ് ഈ 2 ആയത്തുകളിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്ത അമ്പിയാക്കളോട് ഔലിയാക്കളോട് നമ്മൾ വിളിച്ചു തേടിയാൽ നമ്മളൊക്കെ പാപികളാണ്, അവർ അല്ലാഹുവിനോട് നമുക്ക് ശുപാർശ ചെയ്തു കൊള്ളും എന്ന ആ ഒരു ചിന്ത, അത് മൂഢമാണ്, അത് വിഡ്ഢിത്തമാണ്, അത് പരിശുദ്ധമായ ഖുർആനിന് എതിരാണ് എന്നാണ് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും നാം മനസ്സിലാക്കേണ്ട പ്രധാനമായ ഒരു വിഷയവും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ ലഹു മുൽകു സ്സമാവാതി വൽ അർദ് സുമ്മ ഇലൈഹി തുർജഊൻ. ഖുൽ, പറയുക നബിയെ,
ലില്ലാ അല്ലാഹുവിനാണ് അശ്ശഫാഅ ശുപാർശ, ജമീഅൻ മുഴുവനും, ശുപാർശ മുഴുവനും അല്ലാഹുവിനാകുന്നു. ലഹു ആ അല്ലാഹുവിനാണ് മുൽക്ക് ആധിപത്യം, അസ്സമാവാത്ത് ആകാശങ്ങളുടെ ആധിപത്യം, മുൽക്കുസ്സമാവാത്ത് ആകാശങ്ങളുടെ ആധിപത്യം ലഹു അല്ലാഹുവിനാണ്, വൽ അർള് ഭൂമിയുടെയും. ലഹു മുൽക്കുസ്സമാവാത്തി വൽ അർള് ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സുമ്മ പിന്നീട് ഇലൈഹി അല്ലാഹുവിങ്കലേക്ക് തുർജഊൻ നിങ്ങളെ മടക്കപ്പെടുന്നു. ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ ലഹു മുൽക്കുസ്സമാവാതി വൽ അർളി സുമ്മ ഇലൈഹി തുർജഊൻ. പറയുക നബിയെ, അല്ലാഹുവിനാകുന്നു ശുപാർശ മുഴുവൻ, അവനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം, പിന്നീട് അല്ലാഹുവിങ്കലേക്ക് തന്നെയാണ് നിങ്ങളെ മടക്കപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 43-44 ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്, ശുപാർശ എന്ന് പറയുന്നത് അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ശുപാർശയുണ്ട്. അമ്പിയാക്കളും ഔലിയാക്കളും ബീവിമാരും ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്നത് അല്ലാഹുവിനോട് അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാനാണ് എന്നായിരുന്നുവല്ലോ അവരുടെ വാദം. അല്ലാഹുവിങ്കലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാനാണ്, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി അവർ ശുപാർശ പറയാനാണ് അവരെ ഞങ്ങൾ ആരാധിക്കുന്നത്, അവർക്ക് ഞങ്ങൾ നേർച്ച കൊടുക്കുന്നത്, അവരോട് ഞങ്ങൾ വിളിച്ചു തേടുന്നത് എന്നൊക്കെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വാദം. അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ശുപാർശക്കാരാക്കുന്നു, ആ ശുപാർശക്കാർക്ക് ഒന്നും അധീനമാക്കാൻ കഴിയാത്തവരാണ്, ഒന്നും അധീനമാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല ഇവിടെ പറയുന്നത്, ഖുൽ ലില്ലാഹി ശഫാഅതു ജമീഅ, എല്ലാ ശുപാർശയും അല്ലാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ തീരുമാനിച്ചത് അത് മാത്രമേ ശുപാർശയായി നടക്കുകയുള്ളൂ. ആരുടെ ശുപാർശയാണ് സ്വീകരിക്കേണ്ടത്? നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ വിളിച്ചു തേടുന്ന എല്ലാവരും ശുപാർശ നടത്തുമോ? അറിയില്ല. അല്ലാഹു ആരുടെ ശുപാർശ സ്വീകരിക്കണം അതാര് തീരുമാനിക്കുന്നു? അല്ലാഹു പറയുന്നത് അല്ലാഹുവാണ് അത് തീരുമാനിക്കുക. ആർക്ക് വേണ്ടിയാണ് ശുപാർശ സ്വീകരിക്കേണ്ടത് അതും തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ ഹിതമനുസരിച്ച് മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? നാളെ പരലോകത്തിലുള്ള ശുപാർശ നടക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അന്നവർ ആരാധിച്ചിരുന്നു. 43-44 ആയത്തുകളിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ ആരാധിച്ചു വരുന്നതിന് ശുപാർശയുണ്ടാകും, അവർ അല്ലാഹുവിനോട്, ദൈവം റഹ്മാനായ റബ്ബിനോട് ശുപാർശ പറയും എന്ന് വിശ്വസിച്ചതിനെ അല്ലാഹു ഗണ്ണിച്ചു. അതേ പ്രകാരം അവരുടെ മറ്റൊരു നിലപാടായിരുന്നു എന്ത്? അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ റഹ്മാനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. നിങ്ങളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിനെ, നിങ്ങൾക്ക് അന്നം തരുന്ന, ആകാശ ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് നിയന്ത്രിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന ആ അല്ലാഹ്, അവനെ മാത്രം എന്ന് പറയപ്പെട്ടാൽ വല്ലാത്ത ഒരു അസഹ്യതയുണ്ടാവുകയും, എന്നാൽ അല്ലാഹുവിനോടൊപ്പം അവരാരാധിക്കുന്ന ആ ആളുകളെ കൂടെ ചേർത്ത് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷമുണ്ടാവുകയും ചെയ്യുന്ന ഒരു നിലപാട് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 45-ാമത്തെ ആയത്തിൽ എടുത്തുദ്ധരിക്കുന്നത്. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اشْمَأَزَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ. മനസ്സിരുത്തി ചിന്തിക്കേണ്ട, ആരാണ് അല്ലാഹുവിന്റെ പാർട്ടി, ആരാണ് യഥാർത്ഥ മുസ്ലിമുകൾ എന്ന് മനസ്സിലാക്കാൻ അല്പമൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആയത്താണ് സൂറത്തു സുമറിലെ 45-ാമത്തെ ഈ ആയത്ത്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? വഇദാ ദുകിറല്ലാഹു വഹദ, വഇദാ ദുകിറ പ്രസ്താവിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ പറയപ്പെട്ടാൽ, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, വഹദ അവനെ മാത്രമായി, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ നേർച്ച അല്ലാഹുക്ക് മാത്രമേ പറ്റൂ. നാം വിളിച്ചു തേടുന്നത് അല്ലാഹുവിനോട് മാത്രം, നാം തവക്കുലാക്കേണ്ടത് അല്ലാഹുവിൽ മാത്രം. എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണ്. നമുക്ക് അന്നം തരുന്നത് അല്ലാഹുവാണ്. ഇല്ലായ്മകളിൽ നിന്ന് നമ്മെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലയാണ്, അല്ലാഹ് മാത്രമാണ്, അതിൽ മറ്റൊരാൾക്കും പങ്കില്ല എന്ന് അല്ലാഹുവിനെ കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ, ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, അല്ലാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ ഇശ്മഅസ്സത് ചുളുങ്ങും, ഒരു അസഹ്യതയുണ്ടാകും. ഖുലൂബ് ഹൃദയങ്ങൾ, അല്ലദീന ലാ യുഅ്മിനൂന വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങൾക്ക് ഒരു 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 ചുളിവ്, ഒരു അസഹ്യത അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടും. ബിൽ ആഖിറ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങൾക്ക് ഒരു അറപ്പും ഒരു വെറുപ്പുമെല്ലാം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകും. എപ്പോ അല്ലാഹുവിനെ മാത്രം പറയപ്പെട്ടാൽ. എന്നാൽ
وإذا ذكر الذين من دونه إذا هم يستبشرون وإذا ذكر പറയപ്പെട്ടാൽ പ്രസ്താവിക്കപ്പെട്ടാൽ الذين من دونه അല്ലാഹുവിനെ പുറമെയുള്ളവരെ പറ്റി അവരോട് പറയപ്പെട്ടാൽ, അല്ലാഹു അല്ലാതെ അവർ വിളിച്ചു തേടുന്ന, അവര് നേർച്ച കൊടുക്കുന്ന, അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആ ആളുകളെ കുറിച്ച്, ആ ആരാധ്യരെ കുറിച്ച് അങ്ങ് പറയപ്പെട്ടാലോ, ഇദാഹും അന്നേരത്ത് അപ്പോഴതാ അവർ യസ്തബ്ശിറൂൻ വല്ലാത്ത സന്തോഷമായിരിക്കും, വല്ലാത്ത ആഹ്ലാദമായിരിക്കും അവർക്ക് എന്ന് അല്ലാഹു തആല മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടായിട്ട് പറയാണ്. അല്ലാഹുവിനെ കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അറപ്പുകൊണ്ട് ചുളുങ്ങുന്നതാണ്. എന്നാൽ അല്ലാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹുവിന്റെ അസ്തിത്വം അവർ നിഷേധിച്ചവരായിരുന്നില്ല. അല്ലാഹുവാണ് സൃഷ്ടാവ്, റാസിഖ്, എല്ലാം അവർ വിശ്വസിച്ചിരുന്നു, അവർ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെടുമ്പോ തങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് സ്ഥാനം കൽപ്പിക്കപ്പെടുന്നില്ലേ എന്ന ഒരു തോന്നൽ കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ ഒരു അറപ്പും വെറുപ്പും പ്രകടമാകുന്നു. അതുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് ദേഷ്യമുണ്ടായിരുന്നത്. അല്ലാതെ അള്ളാഹുവിനെ അവരെ അറിയാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് അള്ളാഹനെ മാത്രം, ആ മാത്രത്തോട് അവർക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവരുടെ നിലപാടായിട്ട്. എന്നാൽ തങ്ങളുടെ ദൈവങ്ങളുടെ പേര് കൂടെ കൂട്ടിച്ചേർത്താലോ അള്ളാഹുവോടൊപ്പം അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ അള്ളാഹുവിനെ പറയാതെ അവർ ആരാധിക്കുന്ന, അവർ വിളിച്ചു തേടുന്ന ആ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് മാത്രം പറഞ്ഞാൽ അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും, ആഹ്ലാദമായിരിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാട് പറയാണ്. ഇനി നമ്മൾ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചില ആളുകളുടെ നിലപാടുകളൊന്ന് നോക്കിയോ. നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ പല ചർച്ചകളും കേൾക്കാറുണ്ട്. പല മതപ്രഭാഷണങ്ങളിലും മറ്റുള്ള സഹോദരങ്ങളുടെ വർത്തമാനങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചകൾ എവിടെയെങ്കിലും ഉണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം വിളിച്ചു തേടണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളില്ല. മറിച്ച് അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് വല്ലാത്ത ചർച്ചകളാണ് ലോകത്ത്. ഔലിയാക്കൾ അങ്ങനെയാണ്, അവരാണ് നിയന്ത്രിക്കുന്നത്. ആരാ ലോകം നിയന്ത്രിക്കുന്നത്? ശാഖയിൽ ആരാ നിയന്ത്രണം? നമ്മുടെ പഞ്ചായത്ത് ഔലിയാക്കളിൽ ആരാ നിയന്ത്രിക്കുന്നത്? ജില്ലയുടെ നിയന്ത്രണം ആരാണ്? ഇങ്ങനെ ഔലിയാക്കന്മാർ വല്ലാതെ മുഷാവറ കൂടും. ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരെ കുറിച്ചുള്ള ചർച്ചകൾ ലോകത്ത് അവരുടെ മതപ്രഭാഷണ വേദികളിലും അതേപ്രകാരം നേർച്ച സ്ഥലങ്ങളിലും ഒക്കെ ഗ്രൂപ്പുകളിലുമൊക്കെ കാണപ്പെടുന്നു. പക്ഷെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയില്ല. ഇനി ആരെങ്കിലും അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ, അള്ളാഹ് കാക്കണേ, അള്ളാഹുവേ എന്റെ രോഗം സുഖപ്പെടുത്തണേ, എന്റെ പ്രയാസങ്ങൾ അള്ളാഹുവേ നീ സുഖപ്പെടുത്തി തരണേ എന്ന് പറഞ്ഞാൽ അതിനോട് വല്ലാത്ത പുച്ഛം. എന്താ അള്ളാഹിനോട് മാത്രം ചോദിക്കുന്നത്? ആ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ മഹാന്മാരുടെ കൃപ കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ കാക്കണേ, അള്ളാഹുവിനോടൊപ്പം മറ്റു ചില ആളുകളെ കൂടെ കൂട്ടിവെക്കുന്നതായി കാണാം. അള്ളാഹ് എന്ന് നേരിട്ട് ചോദിക്കാതെ ബദ്രീങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ എന്റെ രോഗം സുഖപ്പെടുത്തണേ, മമ്പറത്തെ തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ എന്റെ വിഷമങ്ങൾ തീർത്തു തരണേ, അള്ളാഹുവിനെ മാത്രം പറയില്ല. മറ്റുള്ള ആളുകളുടെ ഹക്ക് കൊണ്ട്, കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, കൃപ കൊണ്ട് അള്ളാഹുവിനോടൊപ്പം മറ്റു ആളുകളെയും പറയപ്പെടുന്നു. മറ്റു ചില ആളുകൾ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളുകൾ അള്ളാഹിനെ തീരെ പറയില്ല, അള്ളാഹു അല്ലാത്ത ആളുകളോട് തങ്ങളുടെ സങ്കടങ്ങളും പരാതികളും പറയുന്നു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടായിരുന്നു അതെങ്കിലും, അതാ അല്ലാഹു തആല പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളുടെ നിലപാടായിട്ടാണെങ്കിലും ഇന്ന് ആ മക്കയിലെ മുശ്രിക്കീങ്ങളെ പോലെ തന്നെ ഈ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. അല്ലാഹ് അവനെ മാത്രമാകണം ആരാധിക്കേണ്ടത്. എന്നാൽ മഹാന്മാരാകുന്ന ആളുകൾ, അവർക്ക് മുഇസ്സത്തുണ്ട്, അവർക്ക് കറാമത്തുണ്ട്, അതിനെ നിഷേധിക്കാൻ പാടില്ല. പക്ഷേ ആ മുഇസ്സത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആരാധിക്കുവാനോ അവരോട് വിളിച്ചു തേടുവാനോ അവർക്ക് നേർച്ച വഴിപാടുകൾ കൊടുക്കുവാനോ പാടില്ല എന്ന കൃത്യമായ ഒരു നിലപാട്, ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അള്ളാഹിനോടും തേടിക്കോളൂ, അള്ളാഹു അല്ലാത്തവരോടും തേടിക്കോളൂ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹുവാണ് ഇത് പറയുന്നത്. അള്ളാഹുവിനോട് മാത്രം തേടണം എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ മരിക്കണമെന്ന ബോധം, നാളെ പരലോകത്ത് ചെന്നെത്തണമെന്ന ബോധമില്ലാത്ത, ആ വിശ്വാസമില്ലാത്ത ആളുകളുടെ മനസ്സുകളിൽ അള്ളാഹ് എന്ന് മാത്രം പറയപ്പെട്ടാൽ ഒരു അസഹ്യത, വെറുപ്പുണ്ടാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അർത്ഥന, നമ്മുടെ നേർച്ച, നമ്മുടെ വഴിപാടുകൾ, ആരാധനയുടെ പരിധിയിൽ വരുന്ന എല്ലാം റഹ്മാനായ റബ്ബിന് മാത്രമാകണം എന്ന മഹനീയമായ ഒരു സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നൽകുന്നത്. തുടർന്ന് قل اللهم فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون قل പറയുക, اللهم അല്ലാഹുവേ, ഫാത്തിറ السماوات ആകാശങ്ങളുടെ സൃഷ്ടാവേ, ഫാത്തിർ സൃഷ്ടാവ്, സമാവാത്ത് ആകാശം, ഫാത്തിറ السماوات ആകാശങ്ങളുടെ സൃഷ്ടാവേ, വൽ അർള് ഭൂമിയുടെയും
ആകാശഭൂമികളുടെ സൃഷ്ടാവേ. അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ്. മറ്റൊരു വിശേഷണം ആലിമുൽ ഗൈബ്, ആലിമ് അറിയുന്നവൻ, ഗൈബ് അദൃശ്യം. ആലിമുൽ ഗൈബ് അദൃശ്യം അറിയുന്നവനെ, വശഹാദ ദൃശ്യവും. ആലിമുൽ ഗൈബി വശഹാദ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും, പ്രത്യക്ഷമായതും അപ്രത്യക്ഷമായതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹുവേ. അൻത തഹ്കുമു, നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നതാണ്, നീ വിധി കൽപ്പിക്കുന്നതാണ്. തഹ്കും വിധി കൽപ്പിക്കുക, ഹുകും വിധി. നീ അൻത തഹ്കുമു, നീ വിധി കൽപ്പിക്കുന്നതാണ്. ബൈന ഇബാദിക, നിന്റെ അടിമകൾക്ക് ഇടയിൽ നീ വിധി കൽപ്പിക്കുന്നതാണ്. ഫീമാ, യാതൊന്നിൽ, കാനൂ ഫീഹി, അതിൽ അവരായിരുന്നു, യഖ്തലിഫൂന, ഭിന്നിച്ചുകൊണ്ടിരിക്കും. നബിയെ പറയുക, അല്ലാഹുവേ, ആകാശങ്ങളെയും ഭൂമിയെയും ഒരു മാതൃകയും ഇല്ലാതെ, അതിന്റെ മുമ്പുള്ള ഒരു മാതൃകയും ഇല്ലാതെ കൃത്യമായി സൃഷ്ടിച്ചുണ്ടാക്കിയ അല്ലാഹുവേ, അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനായ അല്ലാഹുവേ, നിന്റെ അടിയാന്മാർക്കിടയിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നീ തന്നെയാണ് വിധി കൽപ്പിക്കുന്നതാണ് എന്നാണ് 46-ാമത്തെ ആയത്തിൽ. ഇത് മഹനീയമായ ഒരു പ്രാർത്ഥന കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സുന്നത്ത് നമസ്കാരം തുടങ്ങുന്ന അവസരത്തിൽ പ്രാർത്ഥിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗം, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല ഫാത്തിറസ് സമാവാതി വൽ അർദ് عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من يشاء إلى صراط مستقيم. അല്ലാഹുവേ, ജിബ്രീലിന്റെയും മീകാഈലിന്റെയും ഇസ്രാഫീലിന്റെയും രക്ഷിതാവായ റബ്ബേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവായ അല്ലാഹുവേ, അദൃശ്യവും ദൃശ്യവും അറിയുന്നവനായ നാഥ, നിന്റെ അടിമകൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്കിടയിൽ നീ തന്നെ വിധി കൽപ്പിക്കുന്നു. ഭിന്നിപ്പിന് വിധേയമായിട്ടുള്ള യഥാർത്ഥത്തിലേക്ക് നിന്റെ അനുമതി പ്രകാരം എനിക്ക് നീ മാർഗദർശനം നൽകണേ. അല്ലാഹുവേ, തീർച്ചയായും നീ ഉദ്ദേശിച്ചവരെ നീ നേരായ പാതയിലേക്ക് വഴികാട്ടുന്നതാണ് എന്ന ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി സുന്നത്ത് നമസ്കാരം തുടങ്ങുന്ന സമയത്ത് പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ 46-ാമത്തെ ഈ ആയത്ത് ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ, അത് നാം മനഃപ്പാഠമാക്കുക. ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെ? അള്ളാഹുവിനോട് മാത്രം തേടണോ, അള്ളാഹു അല്ലാത്തവരോട് തേടണോ, ഏത് തട്ടത്തിനാണ് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത? വലിയ തർക്കമാണ്. ലോകം നിയന്ത്രിക്കുന്നതാരാണ്? തർക്കമാണ്. അത്തരം തർക്ക വിഷയങ്ങളിൽ മുഴുവനും പ്രമാണത്തോടൊപ്പം നിൽക്കുക. ആ അഭിപ്രായ ഭിന്നതയുണ്ടാകുന്ന വിഷയത്തിൽ അടിമകൾക്കിടയിൽ കൃത്യമായ വിധി തീർപ്പാക്കുന്നവർ റഹ്മാനായ റബ്ബാകുന്നു എന്ന കൃത്യമായ ഒരു സന്ദേശം. റഹ്മാനായ റബ്ബ് ആ വിധി പ്രഖ്യാപനം നടത്തുമ്പോൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിൽ നിലയുറച്ചതിന്റെ കാരണത്താൽ സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളാകുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.